ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോണത് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. ടോപ്പോളജി. ഞാൻ ഈ നെറ്റ്വർക്കിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ് ഈ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തിനാണ് നമ്മളിത് പഠിക്കണമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പുതിയ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോപ്പോളജി അറിഞ്ഞിരിക്കണം. ഇനി ഒരു നെറ്റ്വർക്ക് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യണമെങ്കിലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ടോപ്പോളജി എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വളരെ വലിയൊരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറയുവാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ കേസ് എടുക്കുവാണെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് നമ്മൾ പറയൂലേ, അതേ കാര്യം തന്നെയാണ് ഒരു നെറ്റ്വർക്കിൻ്റെ കേസിനകത്ത് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. അതായത് നെറ്റ്വർക്കിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ഇത് പല ടൈപ്പ് വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്റ്റാർ ടോപ്പോളജി, ബസ് ടോപ്പോളജി എന്നൊക്കെ പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ടാവും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പോളജിക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് ഒരു വയേർഡ് നെറ്റ്വർക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പോളജി ആണെങ്കിൽ, വയർലെസ് നെറ്റ്വർക്കിങ്ങിലും ഇതേപോലെ തന്നെ കുറേ ടോപ്പോളജീസ് വരുന്നുണ്ട്. അത് എക്സാമ്പിൾസ് ആയിട്ട് പറയുവാണെങ്കിൽ BSS, ESS, IBSS, ഇങ്ങനെ പല ടോപ്പോളജീസ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അടുത്ത ദിവസം അത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റാണ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നെറ്റ്വർക്കിങ്ങിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഡിസൈൻ ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പോളജി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബസ് ടോപ്പോളജിയാണ്. ബസ് ടോപ്പോളജി. ഈ ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒബ്സൊല്യൂട്ട് ആയിട്ടുള്ള ടോപ്പോളജിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആരും അത് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാനത് എന്നാലും ഒന്ന് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് PC1, ഇത് PC2, ഇത് PC3, ഇത് PC4. അപ്പം നമ്മുടെ ഇവിടെ 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 4 കമ്പ്യൂട്ടറുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബാക്ക് ബോൺ കേബിളാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ കമ്പ്യൂട്ടറുകളെയും സ്വിച്ചുകളൊന്നും ഇല്ലാതെ പരസ്പരം ഇങ്ങനെ ഒരു സിംഗിൾ ബാക്ക് ബോൺ കേബിളിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല, പണ്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ വലിയ ഡ്രോബാക്ക് ഉണ്ട്. കാരണം ഇവിടെ എവിടെയെങ്കിലും ഒരു ബാക്ക് ബോൺ കേബിൾ എന്തെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ദ എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഗോ ഡൗൺ അല്ലേ. അതുപോലെ തന്നെ സ്പീഡ്, പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതായത് നെറ്റ്വർക്ക് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് വലുതാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ബോൺ കേബിളിൻ്റെ നീട്ടം കൂട്ടാൻ വേണ്ടി പോകേണ്ടി വരും. അങ്ങനെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു സംഭവം ഇപ്പോൾ ലോകത്ത് എങ്ങും ഉപയോഗിക്കുന്നില്ല. അതായത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇതൊരു ഒബ്സൊല്യൂട്ട് ആയിട്ടുള്ള ടെക്നോളജിയാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലാത്തതാണ്. പക്ഷേ എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി ഞാനത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്, അതുകൊണ്ട് മാത്രമാണ്. കാരണം വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊരു ടോപ്പോളജിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പോളജി, വളരെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടിരിക്കുന്ന ടോപ്പോളജി പറയാം. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ അതെ, ഇത് ഒരു നെറ്റ്വർക്ക് സ്വിച്ചാണ്. ഒരു നെറ്റ്വർക്ക് സ്വിച്ച്. ഈ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് നമ്മളൊരു ആദ്യത്തെ പോലെ തന്നെ 4 കമ്പ്യൂട്ടറുകൾ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത് PC1, ഇത് PC2, ഇത് PC3, ഇത് PC4. അപ്പോൾ ഈ 4 കമ്പ്യൂട്ടറുകൾ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് നമ്മുടെ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. സ്റ്റാർ ടോപ്പോളജി. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടോപ്പോളജിയാണ്. ഇവിടെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടാകുന്നുണ്ട്. ഇത് നമ്മളൊരു നെറ്റ്വർക്ക് സ്വിച്ചാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഏത് ലെയറിലായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് ആരും എഴുതിയിട്ട് കണ്ടില്ല. എന്തായാലും നെറ്റ്വർക്ക് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ലെയർ 2 അല്ലേ.
ലെയർ 2 ഡിവൈസാണ് നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ലെയർ 2 എപ്പോഴും വർക്ക് ചെയ്യുന്നത് നമ്മുടെ MAC അഡ്രസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു PC ഇതിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഈ PC-യിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു PC-യിലേക്ക് ഡയറക്റ്റായിട്ട് നെറ്റ്വർക്ക് സ്വിച്ച് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കും. അവിടെ നെറ്റ്വർക്ക് സ്വിച്ച് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് യൂണികാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ യൂണികാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ മറ്റൊരു നെറ്റ്വർക്ക് ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഡിവൈസായിട്ട് സ്വിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പോർട്ടിലേക്ക് ഏത് ഡിവൈസാണോ ഏത് ഡിവൈസിലേക്കാണോ ഡാറ്റ പോകേണ്ടത് ആ ഡിവൈസിലെ പോർട്ട് മാത്രം ഓപ്പൺ ആയിട്ട് നിന്നിട്ട് അതിലേക്ക് മാത്രം സെൻഡ് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്വിച്ചിനകത്ത് നമ്മൾ 4 പോർട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഈ PC1 നിന്ന് വരുന്ന ഡാറ്റ എന്ത് ചെയ്യും, ഈ PC2ലേക്കാണ് പോകണമെങ്കിൽ ആ ഒരു പോർട്ടിലേക്ക് മാത്രം ആ ഡേറ്റയെ സെൻഡ് ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ പോർട്ടിലേക്കും സെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അവിടെ സ്വിച്ച് ഉപയോഗിക്കുന്ന ഒരു മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കണ്ടന്റ് അഡ്രസ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് അല്ലേ, കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഇവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ അളവിലുള്ള വേഗതയാണ് അല്ലേ. അതുപോലെ തന്നെ എറർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസായിട്ടുള്ള ഹബ്ബൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ പോർട്ടിലേക്കും ഒരേ സമയം, അതിന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഹബ്ബ് എന്ന് പറഞ്ഞ ഡിവൈസ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസ് ആയിരുന്നു, സ്വിച്ച് എന്ന് പറയുന്നത് ഒരു യൂണികാസ്റ്റിംഗ് ഡിവൈസാണ്. അപ്പോൾ ഹബ്ബ് ഉപയോഗിച്ചിരുന്ന സമയത്ത് എന്താ ചെയ്യണത്, എല്ലാ പോർട്ടിലേക്കും ഡാറ്റ ഒരേപോലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ സ്വിച്ച് ആകുമ്പോഴത്തേക്കും അത് ഏത് ഡിവൈസിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ട് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നല്ലൊരു റിലയബിലിറ്റി നമുക്കുണ്ട്, പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ സ്വിച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്ക് വിൽ ഗോ ഡൗൺ. അതാണ് ഈ ഒരു സ്റ്റാർ ടോപ്പോളജിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ഏത് മനുഷ്യനും ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ്, മോർ ഹൈ പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഡിവൈസ് ആയിട്ടുള്ള സ്വിച്ച് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യത, അതായത് എൻ്റയർ നെറ്റ്വർക്ക് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പോളജിയുടെ ഗുണവും ദോഷവും. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരു നെറ്റ്വർക്ക് സ്വിച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കമ്പ്യൂട്ടറുകളും ക്യാമറ, ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ തന്നെ ആവണം നിർബന്ധമില്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന PC-കൾക്കെല്ലാം പകരം ക്യാമറ വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന CCTV IP ക്യാമറ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്യാമറ, ഒരു സ്റ്റാർ ടോപ്പോളജി തന്നെയാണ്. ഇപ്പോൾ ഇതെല്ലാം ക്യാമറ എന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരു സ്റ്റാർ ടോപ്പോളജിയിലാണ് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൂടെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2 ടോപ്പോളജി ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ബസ് ടോപ്പോളജി, 2 സ്റ്റാർ ടോപ്പോളജി. ഇനി മൂന്നാമത്തെ ടോപ്പോളജി, ഞാൻ ഇങ്ങനെ ഒരു വളരെ വലിയൊരു റിങ് ഇവിടെ വരയ്ക്കുകയാണ്. ഈ റിങ്ങിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഓരോ കമ്പ്യൂട്ടറുകൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 കമ്പ്യൂട്ടറുകൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കമ്പ്യൂട്ടർ PC1, ഇത് PC2, ഇത് PC3, ഇത് PC4. ഈ 4 കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ ഒരു റിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അത് റിംഗ് ടോപ്പോളജി. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ലല്ലോ, ഈ സാധനമൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റാർ ടോപ്പോളജി മാത്രമാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്, ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ നിലവിലില്ല. അതായത് ഇതും ഒരു ഒബ്സല്യൂട്ട് ടെക്നോളജി തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞേക്കണ ബസ് ടോപ്പോളജി പോലെ തന്നെ. അപ്പോൾ റിംഗ് ടോപ്പോളജി പണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IBM എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. IBMൻ്റെ ടോക്കൺ റിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് IBM ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഇത് ഭയങ്കര വേഗത കുറഞ്ഞൊരു സെറ്റപ്പായിരുന്നു, പക്ഷേ കൊളീഷൻ ഉണ്ടാകത്തില്ല. അതായത് ഇത് ഞാൻ ചുമ്മാ എങ്ങനെയാണ് വർക്കാണെന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു ടോക്കൺ, ഇതിനെ വിളിക്കുന്ന പേര് ടോക്കൺ റിംഗ് ആണ് കേട്ടോ. ഇത് റിംഗ് ടോപ്പോളജിയിൽ ഒരു ടോക്കൺ റിംഗ് മെക്കാനിസമാണ് വർക്ക് ആകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടോക്കൺ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ടോക്കൺ ഈ റിങ്ങിനകത്താണ് കിടക്കുന്നത്. ഏത് കമ്പ്യൂട്ടറിനാണോ ഈ ടോക്കൺ കിട്ടുന്നത്, ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവനാണ് ഇനി ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള പ്രയോറിറ്റി. അപ്പോൾ ഇവൻ ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവനിപ്പോൾ അടുത്തൊരു PC4ലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഈ ടോക്കൺ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ നേരെ PC4ലേക്ക് അയച്ചു കൊടുക്കുന്നു. PC4ലേക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ടോക്കണിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ആ ടോക്കൺ വീണ്ടും ഈ നെറ്റ്വർക്കിലേക്ക് ഫ്രീ ആക്കും. അപ്പോൾ ഇവന് ഈ PC3ക്കാണ് അടുത്തത് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഈ ടോക്കൺ
എടുത്തിട്ട് വീണ്ടും ഡാറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ചെറിയൊരു നെറ്റ്വർക്കിനകത്തൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു അന്നൊക്കെ വളരെ കുറച്ച് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വളരെ വലിയ ഒരു തോതിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഒക്കെ വളർന്ന സമയത്ത് ഈ ലേറ്റൻസി, അതായത് ഡിലേ എന്ന് പറയുന്നത് വളരെ കൂടുതലായി. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ ടോക്കൺ കിട്ടുന്നവന് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ വലിയ കോംപ്ലക്സ് നെറ്റ്വർക്കിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ വലിയ പാടായതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒബ്സല്യൂട്ട് ടെക്നോളജി ആയി മാറി. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പോളജിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോണ ഒരു ടോപ്പോളജി ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിവിടെ 4 കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ 4 കമ്പ്യൂട്ടറുകളും തമ്മിൽ ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്, ഇതേപോലെ ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ 4 കമ്പ്യൂട്ടറുകളും ഒന്നിൽ കൂടുതൽ ബോണ്ടിങ് മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പുള്ള ടെക്നോളജി വിളിക്കുന്ന പേരാണ് മെഷ് ടോപ്പോളജി. ഇപ്പോൾ ഈ മെഷ് എന്ന് പറയുന്ന ഈ ഒരു പേര് നിങ്ങളിപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ M4 ഡെക്കോ ഒക്കെ, TP ലിങ്കിൻ്റെ ഒക്കെ M4 ഡെക്കോയിലും അതുപോലെ D ലിങ്കിൻ്റെ M15 എന്നൊക്കെ പറയണത് മെഷാണെന്ന് പറയുന്നില്ലേ. അപ്പോൾ മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിന് പകരം നിങ്ങൾ അവിടെ അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവരിക. അതായത് നമ്മുടെ M4 ഡെക്കോ ഡിവൈസുകളാണ് ഇരിക്കണതെന്ന്. അപ്പോൾ ആ ഡിവൈസുകൾ പരസ്പരം ഒരു വല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിലിയർ ആയാൽ പോലും അവിടെ നെറ്റ്വർക്ക് പാത്ത് ഓട്ടോമാറ്റിക് അത് ഫൈൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് റിഡൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊരു നെറ്റ്വർക്ക് ടോപ്പോളജി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ പരസ്പരം ഒന്നിൽ കൂടുതൽ ബോണ്ടിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റിഡൻഡൻസി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. നെറ്റ്വർക്ക് ഫെയിലിയർ ആകാനുള്ള സാധ്യത വളരെയധികം കുറയും. ഓക്കെ, പെർഫോമൻസ് വൈസ് നോക്കിക്കേ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പെർഫോമൻസ് കൂടും അല്ലേ. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോസ്റ്റാണ്. കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. നമ്മുടെ സ്റ്റാർ ടോപ്പോളജി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഒരു നെറ്റ്വർക്ക് സ്വിച്ചും കുറച്ച് കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ കുറച്ച് ക്യാമറയോ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് അങ്ങനെയല്ല. ഇവിടെ ഒരു കുറേ ബോണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ കേബിളിങ്, ഇതിപ്പോൾ നമ്മൾ കേബിളാണ് വലിച്ചേക്കണമെന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഒന്നിൽ കൂടുതൽ കേബിൾ നമ്മൾ വലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷേ വൺസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളി നെറ്റ്വർക്ക് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മൾ വലിയൊരു റിലയബിലിറ്റി വേണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ടോപ്പോളജി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. ഇനി അടുത്ത ടോപ്പോളജിയാണ് നമ്മുടെ ഒരു, ഞാനതിപ്പോൾ കാണിക്കുന്നില്ല എന്താണെന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ ഒന്ന് വരച്ച് കാണിച്ചു തന്നിട്ട് പറയാം, നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കാം. റൗട്ടറിൽ നിന്നൊരു നെറ്റ്വർക്ക് കേബിൾ വരുന്നു, അത് നമ്മളൊരു സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സ്വിച്ചിൽ നിന്ന് വീണ്ടും 2 കേബിൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ വേറൊരു സ്വിച്ച് വയ്ക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ 2 കമ്പ്യൂട്ടർ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു PoE സ്വിച്ച് വയ്ക്കുന്നു. അതിൽ നമ്മളൊരു 4 ക്യാമറകൾ C1, C2, C3, C4, ഇത് 4 ക്യാമറകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പോളജി, ഇതൊരു ടോപ്പോളജിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് സ്റ്റാർ ആണോ? എന്നാൽ സ്റ്റാർ അല്ല ഇത്. കാരണം അല്ലേ, നോക്കുമ്പോൾ മനസ്സിലാവുന്നത് സ്റ്റാർ ടോപ്പോളജി അല്ല. പക്ഷേ നിങ്ങൾ ഇതിനെ ഒന്ന് തലകുത്തി വെച്ച് നോക്കിക്കേ, ഇത് താഴേക്കാണ് നിൽക്കുന്നത്, ഇത് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു മരം പോലെയാണ് കാണുന്നത് അല്ലേ. കണ്ടില്ലേ, ഇത് താഴെത്തടി, ഇത് മുകളിലോട്ട് 2 ശിഖരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മരം. അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാം, ഇതൊരു ട്രീ ടോപ്പോളജിയാണ്. ഓക്കെ, ഇപ്പോൾ ട്രീ ടോപ്പോളജി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ ട്രീ ടോപ്പോളജി ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു നെറ്റ്വർക്ക് സ്വിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് സ്വിച്ചുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എത്രയോ വർക്ക് ചെയ്തിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ക്യാമറ ചെയ്യുവാണ്, ഒരു വലിയ ബിൽഡിംഗ്, ഒരു 10 നിലയുള്ള ബിൽഡിംഗ്, അതിൽ ഓരോ നിലകളിൽ നമ്മൾ ഓരോരോ സ്വിച്ചുകൾ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നെല്ലാം ഓരോ കേബിൾ വലിച്ചിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടില്ലേ. പുതിയൊരു നെറ്റ്വർക്കും കൂടെ ഇങ്ങനെ ബിൽഡ് ചെയ്യാലോ. ഇവിടെ വേറൊരു PoE സ്വിച്ച് വയ്ക്കുന്നു. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറയുക, ഒരു 4 ക്യാമറയും കൂടെ എനിക്ക് വേറെ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു PoE സ്വിച്ച് വെച്ചിട്ട് ഈ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് പോർട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് അവിടെ വീണ്ടും എന്ത് ചെയ്യുക,
ഇങ്ങനെ ക്യാമറകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈസിലി സ്കെയിലബിൾ ആണ്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ മെഷൊക്കെ പോലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. അപ്പോൾ ട്രീ ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പോളജിയാണ്, ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പോളജിയാണ്. ഇനി അടുത്ത ടോപ്പോളജി നമുക്ക് നോക്കാം. ആ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ടോപ്പോളജി. ഞാനിവിടെ ഒരു 4 കമ്പ്യൂട്ടറുകളെ ഇങ്ങനെ വരച്ച് വയ്ക്കുന്നു. ഇത് PC1, ഇത് PC2, ഇത് PC3, ഇത് PC4. ഈ 4 കമ്പ്യൂട്ടറുകളെ കൂടെ കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് വയ്ക്കുകയാണ്. ഇവിടെ ഒരു റൗട്ടർ നമ്മൾ സെറ്റ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് സ്വിച്ച് കൊടുത്തു. ആ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് നമ്മളൊരു 4 കമ്പ്യൂട്ടറുകളെ അല്ലാതെ കണക്ട് ചെയ്തു. 4 കമ്പ്യൂട്ടറോ 4 ക്യാമറയോ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. എന്തായാലും നമ്മൾ നോക്കുന്നത് എന്ത് ഉപകരണമാണ് എന്നുള്ളതല്ല കേട്ടോ, നമ്മൾ നോക്കുന്നത് ഇവിടെ അതിൻ്റെ സ്ട്രക്ചറാണ്. നിങ്ങളിപ്പോൾ ഇത് ഞാൻ ആദ്യം വരച്ചപ്പോൾ ക്യാമറയാണല്ലോ, ഇപ്പോൾ വരച്ചപ്പോൾ കമ്പ്യൂട്ടറാണല്ലോ, അങ്ങനെ നിങ്ങൾ ഓർക്കണ്ട. ഇതൊരു ഡിവൈസ്, നെറ്റ്വർക്ക് ഡിവൈസ്, അത് എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റൗട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മെഷ് ടോപ്പോളജിയാണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇതൊരു മെഷ് ടോപ്പോളജിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കുന്ന എന്താണ്, ഇതൊരു സ്റ്റാർ ടോപ്പോളജിയാണ്. അപ്പം മെഷ് ടോപ്പോളജിയും ഈ സ്റ്റാർ ടോപ്പോളജിയുടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് നമുക്ക് പറയാം അതൊരു ഹൈബ്രിഡ് ടോപ്പോളജിയാണ്. ഇതിനെ മൊത്തമായിട്ട് വിളിക്കുന്ന പേര് ഹൈബ്രിഡ് ടോപ്പോളജി. അപ്പോൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടോപ്പോളജികളുടെ ഒരു മിക്സ് ആയിരിക്കും. ഇത് മിക്കവാറും ഒക്കെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ക്യാമ്പസിലൊക്കെ ആയിരിക്കും, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ. ഇവിടെയൊക്കെ ഇതേപോലെ ഒന്നിൽ കൂടുതൽ രീതിയിലുള്ള സ്ട്രക്ചറുകളിലുള്ള ടോപ്പോളജിയൊക്കെ കൂടി ചേർന്നിട്ട് വേറൊരു ടോപ്പോളജി ആയിട്ട് വരും. നമ്മൾ ഓൾ ടുഗദർ അതിനെ നോക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കും ഇതൊരു ഹൈബ്രിഡ് ടോപ്പോളജി ആണെന്ന്. അപ്പോൾ ഇത്രയും ടോപ്പോളജീസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയായിരുന്നു ഒന്നോടൊന്ന് പറഞ്ഞ്, നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ബെസ്റ്റ് ടോപ്പോളജി, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റാർ ടോപ്പോളജി അല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രീ ടോപ്പോളജി, പിന്നെ റിംഗ് ടോപ്പോളജി, അതുപോലെ തന്നെ ഹൈബ്രിഡ് ടോപ്പോളജി. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ടോപ്പോളജീസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചർ നോക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഈ ഒരു ടോപ്പോളജിയുടെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി സ്കെയിലബിൾ ആക്കാം, അല്ലെങ്കിൽ ഇനി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോടെ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയേക്കുന്ന, അതായത് എക്സ്പാൻഡ് ചെയ്യാനോ പെർഫോമൻസ് ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ടോപ്പോളജീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒബ്സല്യൂട്ട് ആയി പോയത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ടോപ്പോളജീസിനും അതിൻ്റെതായ ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ട്രീ ടോപ്പോളജിയും അതുപോലെ തന്നെ സ്റ്റാർ ടോപ്പോളജിയാണ് അല്ലേ. വലിയ നെറ്റ്വർക്കിലേക്കൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഹൈബ്രിഡ് ടോപ്പോളജി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈബ്രിഡ് ടോപ്പോളജി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ റൗട്ടറൊക്കെ വരുന്നുണ്ട് കണ്ടോ, ഒന്നിൽ കൂടുതൽ റൗട്ടേഴ്സ് വരും. അതിപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ വേണ്ടി പോകുന്ന റൗട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മുടെ കുഞ്ഞു റൗട്ടറുകളല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന റൗട്ടർ എന്ന് വെച്ചാൽ വലിയ ഒരു നെറ്റ്വർക്കാണ്. നമ്മളിപ്പോൾ 4 ക്യാമറയോ അല്ലെങ്കിൽ 4 കമ്പ്യൂട്ടറോ വയ്ക്കുന്ന രീതിയിലുള്ള സ്ഥലത്തൊന്നും അത്രയും വലിയൊരു കോസ്റ്റ് ആയിട്ടൊന്നും ആരും നോക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് സിസ്കോടെയൊക്കെ വലിയ റൗട്ടേഴ്സ് ആയിരിക്കും അന്നേരം അവിടെ യൂസ് ചെയ്യുന്നത്. ഭയങ്കരധികം കോസ്റ്റ്ലി ആയിട്ടുള്ള റൗട്ടർ ആയിരിക്കും. അപ്പോൾ വലിയ ഫാക്ടറികളിലേക്കൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങളൊരു വളരെ ചെറിയൊരു ക്യാമറ സെറ്റപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒരു വീട്ടിലാണ്, ഒരു ചെറിയൊരു ഓഫീസാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, വളരെ ചെറിയ ഒരു നെറ്റ്വർക്ക് മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൂ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ട്രീ ടോപ്പോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ടോപ്പോളജി ആയിരിക്കാം. ഇത് രണ്ടുമാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോണത് നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ വയർലെസ് ടോപ്പോളജീസും ഉണ്ട്. അപ്പോൾ വയർലെസ് ടോപ്പോളജി എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ വയർലെസ് ടോപ്പോളജിയെ പറ്റി അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കൊരു വയർലെസ് നെറ്റ്വർക്ക് ഇതേപോലെ രീതിയിൽ സ്കെയിലബിൾ ആയിട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അത് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.